പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുതുമല ടൈഗർ റിസർവിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗൂഡല്ലൂരിൽ നിന്നും ഏകദേശം 17 കിലോമീറ്റർ ദൂരത്താണ് തപ്പക്കാട് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം വന്യമൃഗങ്ങളെ കാണുന്ന മനോഹരമായ ഒരു റൂട്ടാണിത്. ഗൂഡല്ലൂരിൽ നിന്നും 5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ തുറപ്പള്ളി എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. മലയാളികൾ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളും ഹോട്ടലുകളും നമുക്കിവിടെ കാണാം. മുതുമല ടൈഗർ റിസർവിന്റെ എൻട്രൻസ് ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. കാടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ പ്രതീക്ഷിക്കുന്നത് വന്യമൃഗങ്ങളെ വല്ലതും കാണാൻ കഴിയുമോ എന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആദ്യമായി കണ്ടുമുട്ടുന്നത് കാട്ടാനക്കൂട്ടത്തെയാണ്. മുകളിലായി 2 ആനയും റോഡിന്റെ മറുവശത്തായി ഒരു അമ്മയാനയും കുട്ടിയാനയും നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഒരു കാട്ടാനക്കൂട്ടത്തെ കാണാനിടയായി. വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയ ഒരു സമയം കൂടിയായിരുന്നു. ഇനി രസകരമായ മറ്റൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാട്ടിൽ നിന്നും ക്യാമ്പിലേക്ക് തിരിച്ചു വരുന്ന കുൽക്കിയാനകളാണ് നമ്മൾ കാണുന്നത്. പകൽ സമയങ്ങൾ വനത്തിനുള്ളിൽ മേയാൻ വിടുകയും വൈകുന്നേര സമയങ്ങളിൽ ക്യാമ്പിൽ തിരിച്ചെത്തുകയുമാണ് മുതുമല ടൈഗർ റിസർവിലെ കുൽക്കിയാനകളുടെ പതിവ്. അങ്ങനെ തിരിച്ച് ക്യാമ്പിലേക്ക് എത്തുന്ന 2 കുൽക്കിയാനകളെയാണ് നാം കാണുന്നത്. വനത്തിനുള്ളിൽ തളച്ചിടുന്ന കുൽക്കിയാനകൾ മുഴുവൻ സമയവും പാപ്പാനകളുടെ കൺട്രോളിലായിരിക്കും. 2 ആന ക്യാമ്പുള്ള മുതുമല ടൈഗർ റിസർവിലെ ആദ്യത്തെ ആന ക്യാമ്പാണിത്. ഇവിടെ സഞ്ചാരികൾക്ക് പ്രവേശനമില്ല.
അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒറ്റയായി നിൽക്കുന്ന ഒരു കാട്ടിപ്പോത്തിനെ കാണാനിടയായി. കൂടുതലും നാം കാട്ടിപ്പോത്തുകളെ കാണുന്നത് കൂട്ടം കൂട്ടമായാണ്. അതിൽ നിന്നും വഴിതെറ്റി ഒറ്റയായും കാണാറുണ്ട്. മുതുമല ടൈഗർ റിസർവിൽ പല രീതിയിലുള്ള കുരങ്ങന്മാരെയും കാണാം. നാം സാധാരണ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന കുരങ്ങും മറ്റൊന്ന് ലങ്കൂർ വിഭാഗത്തിൽപ്പെട്ട കുരങ്ങുമാണവ. മുതുമല ടൈഗർ റിസർവിൽ ധാരാളമായി കണ്ടുവരുന്ന പുള്ളിമാൻ കൂട്ടങ്ങളെ റോഡിന്റെ ഇരുവശത്തുമായി പലയിടങ്ങളിലായി കാണാൻ കഴിയും. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ റോഡരികിലായി 2 കാട്ടാനകൾ നിൽക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഗൂഡല്ലൂരിൽ നിന്നും 17 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് തപ്പക്കാട് എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ആനക്യാമ്പും മറ്റു സഫാരിക്കുള്ള ടിക്കറ്റ് കൗണ്ടറുകളും എല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിന്റെ വലഭാഗത്തിലൂടെയാണ് മസനഗുഡിയിലേക്കും ആനക്യാമ്പിലേക്കുമുള്ള റോഡ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു ഇടുങ്ങിയ പാലമായിരുന്നു മുമ്പ്. ആ പാലത്തിന്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ ഇടതുഭാഗത്തായാണ് ടിക്കറ്റ് കൗണ്ടർ. സഫാരിക്ക് വേണ്ടിയും ആനക്യാമ്പിലേക്കുമുള്ള ടിക്കറ്റ് അവിടെ പോയി എടുത്ത ശേഷമാണ് ക്യാമ്പിലേക്ക് നമ്മൾ പോകേണ്ടത്.
കുറച്ചുകൂടി മുന്നോട്ട് പോയി വലതു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മസനഗുഡിയിലേക്കുള്ള താൽക്കാലിക റോഡ് നമുക്ക് കാണാം. ഇവിടെ നിന്നും വലതുവശത്തേക്ക് തിരിയുന്ന റോഡാണ് മസനഗുഡിയിലേക്കുള്ള റോഡ്. മെയിൻ റോഡിനെ അപേക്ഷിച്ച് വളരെ വീതി കുറഞ്ഞ റോഡാണ് മസനഗുഡി റോഡ്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിയുന്ന റോഡാണ് ആനക്യാമ്പിലേക്കുള്ള റോഡ്. നേരത്തെ നമ്മൾ കണ്ട പാലം പണി നടക്കുന്നതിന് തൊട്ടാണ് ആനക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. വാഹനങ്ങൾ നിർത്താൻ പാർക്കിങ്ങിന് സൗകര്യമില്ലാത്തത് കാരണം ഇതുവഴി നമ്മൾ വരികയായിരുന്നു. നേരെ പോകുന്ന റോഡ് മസനഗുഡി റോഡാണ്. നമുക്ക് മസനഗുഡി റോഡിലൂടെ അല്പം പോയി തിരിച്ചു വരാം. നമ്മളിപ്പോൾ മസനഗുഡി റോട്ടിൽ നിന്നും തിരിച്ചു വന്ന് വീണ്ടും തപ്പക്കാട് ആനക്യാമ്പിലേക്ക് ടിക്കറ്റ് എടുത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ആനക്യാമ്പിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക.